ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചേച്ചി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നല്ലൊരു ചീസ് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും, പിന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ നവംബർ 1-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഈ മെയ് 10-ാം തീയതി നടക്കാൻ പോകുന്നത് നമ്മുടെ 10ാമത്തെ ബാച്ചാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, 1000-ലധികം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പഠിച്ച് അവർ വീട്ടിൽ നിന്ന് തന്നെ നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബാച്ചിലേക്ക് ധാരാളം കുട്ടികൾ, ഒത്തിരി കുട്ടികൾ ജോയിൻ ആയിട്ടുണ്ട്. ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കൂ കേട്ടോ. ഒരു ബേക്കറി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യ ഐറ്റംസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചേരാൻ പറ്റുന്ന ഒരു ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ തുടക്കക്കാർക്കും മനസ്സിലാവുന്ന ലളിതമായ രീതിയിലാണ് ചേച്ചി ക്ലാസ്സുകൾ തരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെട്ട നല്ലൊരു ക്ലാസ് ആണിത്. ഈ ഒരു ഫീസിൽ ഇതുപോലൊരു ക്ലാസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ബ്രെഡൊക്കെ 25 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ഇത് എൻ്റെ മോള് പാർവതിയാണ്. അപ്പോൾ ഇന്ന് പാർവതിയാണ് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. നോക്കിയിട്ട് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ബ്രെഡിനുള്ള മാവ് കുഴച്ചെടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ തൂക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു വെയ് മെഷീൻ എന്തായാലും വാങ്ങണം കേട്ടോ. നമ്മൾ കപ്പളവും സ്പൂൺ അളവും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ ചെയ്യണം. എന്നാലാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കപ്പളവും സ്പൂൺ അളവും ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് എന്തായാലും ബേക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ വെയ് മെഷീൻ ഒരെണ്ണം വാങ്ങണം. ഒത്തിരി പൈസയൊന്നും ആവത്തില്ല കേട്ടോ. 500 രൂപ 400 രൂപയ്ക്കൊക്കെ കിട്ടും ഓൺലൈനിലൊക്കെ വാങ്ങുവാണെങ്കിൽ. പിന്നെ നമ്മൾ ഒരു 250 ഗ്രാം മൈദയുടെ അളവാണ് ചേച്ചി ഇപ്പോൾ കാണിച്ചു തരുന്നത്. അതിന് 250 ഗ്രാം മൈദ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർക്കുവാണ്. 30 ഗ്രാമാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ കസ്റ്റർഡ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടോ. 2.5 ഗ്രാമാണ് ശരിക്കും വേണ്ടത്. 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് തന്നെ വാങ്ങണം. നല്ല ഈസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊട്ടും പൊന്തി വരില്ല കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആയി പോവുള്ളൂ. അപ്പോൾ ഈസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പോഴും അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. 2.5 ഗ്രാമാണ് ഉപ്പും ചേർക്കേണ്ടത്. ഇത് നമുക്ക് പാലൊഴിച്ചിട്ട് വേണമെങ്കിൽ കുഴയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാലും കുഴപ്പമില്ല. പാലൊഴിച്ചിട്ട് കുഴയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ പാലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അതൊന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വാനില പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. വാനില പൗഡർ ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചിട്ടിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുഴയ്ക്കാം, അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് കുഴയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടു, നമ്മൾ വാനില പൗഡർ ഇട്ടു, കസ്റ്റർഡ് പൗഡർ ഇട്ടു, ഈസ്റ്റ് ഇട്ടു, പഞ്ചസാര ഇട്ടു, മൈദ ഇട്ടു. അത്രയും മതി. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പം ഞാനിപ്പോൾ ഇതിലേക്കൊരു 100 ml വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അതൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ബട്ടർ ചേർത്താലും കുഴപ്പമില്ല, ഒന്നിച്ച് ചേർത്താലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം അത് ആക്റ്റീവ് ആക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ പൊടിയിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ച് 100 ml വെള്ളമാണ് ഞാൻ ചേർത്തത്. വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് മൈദയൊക്കെ ഇതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇനി ഈ പാത്രത്തിലിട്ട് കുഴയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഡോ എത്രത്തോളം നല്ലതായിട്ട് കുഴയ്ക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് വരിക. അപ്പോൾ കൗണ്ടർ അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് കുഴച്ച് ഞാൻ നല്ല ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് മോൾഡിലേക്ക് ഷേപ്പ് ആക്കിയിടാം.
10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ഇത് ഓരോ പീസസ് ആക്കി എടുക്കുക. ഇങ്ങനെ പീസസ് ആക്കുമ്പോൾ ഏകദേശം ഒരു 60 ഗ്രാം ഒക്കെയുള്ള തൂക്കമുള്ള പീസാക്കിയാൽ മതി. അപ്പോൾ എല്ലാം ഒരേപോലെ ആക്കുക. ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ പിടിച്ചു നോക്കി അറിയാം ഇതിപ്പോൾ എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ തൂക്കുന്നില്ല, നിങ്ങൾ എന്തായാലും തൂക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പീസസ് ആക്കുക. എന്നിട്ട് ഇതെന്താക്കുക, നമ്മൾ സാധാരണ ബണ്ണൊക്കെ ഷേപ്പ് ചെയ്യത്തില്ലേ, അതുപോലെ ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് വെക്കുക. ഒരേ അളവിലെടുത്തിട്ട് ഷേപ്പ് ചെയ്യുക കേട്ടോ. ഏത് ഷേപ്പിലുള്ള മോഡൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഇതുപോലത്തെ ഒരു മോഡലാണ് ഇടുന്നത്, ബ്രെഡിൻ്റെയൊക്കെ അച്ചാണിത്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്കൊരു 4 or 5 എണ്ണമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ മോൾഡൊക്കെ ആണെങ്കിൽ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാം ഇതിലൊക്കെ ആണെങ്കിൽ. ഞാനിപ്പോൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഒരു 60 ഗ്രാം തൂക്കം വരുന്ന ഇതുപോലത്തെ ഒരു 5 ബോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. മോൾഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പം അടുപ്പിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഇതുപോലെ ഇട്ടപ്പം 5 എണ്ണം മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പം 4 എണ്ണമാണ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ലതായിട്ട് കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചത് ഇത് നിങ്ങൾക്ക് കാണുന്നില്ലേ. ഇനി നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ ഞാൻ ഇതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇതിൽ പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കുറച്ച് നന്നായിട്ട് ഇട്ടോ കേട്ടോ. കൂടുതൽ ബട്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രെഡിന്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഷേപ്പാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോളില്ലേ, ആ ബോളിൻ്റെ ഇടയിലൂടെയും നമുക്ക് ഇതേപോലെ ചീസ് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ ചീസ് അഴിച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ഇത് മോൾഡ് നിറഞ്ഞു വരും ബ്രെഡ് പൊന്തി കഴിയുമ്പം. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഹൈറ്റിൽ വെച്ച് കൊടുത്തോ. ഇപ്പം 4 ഭാഗത്തൂടെയും ഇതേപോലെ വെച്ച് കൊടുക്കുക. ചീസ് ഗാർലിക് ബ്രെഡൊക്കെയാണ് വേണ്ടതെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും വെളുത്തുള്ളിയും ഒക്കെ ഇതിൻ്റെ മുകളിലൂടെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ അതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചീസ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കണം. പൊന്തി വരുമെന്ന് പറഞ്ഞാൽ ഈ മോൾഡിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പൊന്തി വന്നതിന് ശേഷം മാത്രമാണ് ഓവനിലേക്ക് വിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പൊന്തി വരാനായിട്ട് മാറ്റി വെക്കാം. ടോപ്പുള്ള മോൾഡാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ടോപ്പിട്ട് നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കാറ്റൊക്കെ കിടക്കും. അപ്പോൾ ഇത് 1/4 അച്ച് നമുക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കുക. എന്നിട്ട് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 35 മിനിറ്റ് വരെ ആകുമ്പോഴേക്ക് ഈ ബ്രെഡ് നന്നായിട്ട് വെന്തോളും കേട്ടോ. തൂക്കം അനുസരിച്ചാണ് വേവ് ഉണ്ടാവുക. അപ്പം നമുക്ക് തൂക്കം കൂടിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 35-40 മിനിറ്റ് ഒക്കെ സമയം എടുക്കും. 300 ഗ്രാമിൻ്റെ ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. ഇതിപ്പോൾ ഒരു 350-400 ഗ്രാമിൻ്റെ അടുത്തുണ്ട് തൂക്കം ഉണ്ടാവും ഈ ബ്രെഡ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ച് ഇറക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് 25 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മോൾഡിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് കൊടുക്കണേ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ഇത് എൻ്റെ മോള് പാർവതിയാണ്. അപ്പോൾ ഇന്ന് പാർവതിയാണ് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. നോക്കിയിട്ട് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും മറക്കാതെ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ എന്തായാലും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.